അമേരിക്കയ്ക്ക് നേരെ ഇറാൻ ഖത്തറിൽ നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നു. ഇതുവരെ അമേരിക്ക പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ തന്നെയാണ് ഖത്തറിൽ അമേരിക്കക്കുണ്ടായത് എന്ന് സ്ഥിരീകരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിൽ അത് ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. ഒരു കാലത്തും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും അമേരിക്കയോ ഇസ്രായേലോ സത്യങ്ങൾ പറയാറില്ല, കള്ളത്തരം മാത്രമേ പറയൂ എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നാശനഷ്ടങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പറയുന്നത് കഴിഞ്ഞ 23-ാം തീയതിയാണ് ഇറാൻ അമേരിക്കയുടെ സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ എയർബേസിന് നേരെ ആക്രമണം നടത്തുന്നത്. 20-ലധികം മിസൈലുകൾ വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. അമേരിക്കയാണ് പറയുന്നത്. എന്നാൽ 30-ൽ കൂടുതൽ ഉണ്ട് എന്ന് ചില റിപ്പോർട്ടും 60ഓളം മിസൈൽ ഉണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നതാണ്. അവർ പറഞ്ഞ കണക്ക് പ്രകാരം 20-ലധികം മിസൈലുകൾ വിക്ഷേപിച്ചു. ഇതിൽ 13-14 എണ്ണം പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് ചെറുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു. 1-ൽ കൂടുതൽ മിസൈലുകൾ ലക്ഷ്യം കണ്ടുകൊണ്ട് വീണു എന്ന് അന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാന മന്ദിരമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളം. ഉദൈദയിൽ പ്രവർത്തിക്കുന്ന 60 ഏക്കറിലാണ് യഥാർത്ഥത്തിൽ ഈ സൈനിക താവളവും സംവിധാനങ്ങളും ഉള്ളത്. ഇവിടെ സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനമാണ്. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മർമ്മപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആകാശ നിരീക്ഷണം നടത്തുന്നതെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന ജിയോ ഡൈനാമിക് ഡോമിന എന്ന് പറയുന്ന ആശയവിനിമയ യന്ത്ര സംവിധാനത്തിൻ്റെ ബിൽഡിങ് അപ്പാടെ തന്നെ തകർന്ന് നിലംപൊത്തി. അത് കറുത്ത രീതിയിലുള്ള ചില അടയാളങ്ങൾ മാത്രമാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ദൃശ്യമാകുന്നത്. അത് നിലം പൊത്തി എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ബിൽഡിങ്ങിനെയും അത് സാരമായി ബാധിച്ച രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിന് നേരെയും ഇറാൻ അമേരിക്കക്ക് നേരെയും നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങളും പ്രതികരിച്ചത് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന തരത്തിലാണ്. അങ്ങനെ ഒരു വീമ്പ് പറയുന്ന രീതിയിലാണ്, അവരൊന്നും അത്ര വലിയ ശക്തരല്ല എന്ന തരത്തിൽ. എന്നാൽ ആ സമയത്ത് തന്നെ ലോക മാധ്യമങ്ങളും മീഡിയകളും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ഇസ്രായേൽ പറയുന്നത് കള്ളത്തരമാണ്, അമേരിക്ക പറയുന്നത് കള്ളത്തരമാണ്, ഈ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ലോകം അത് അറിയുക തന്നെ ചെയ്യും എന്നവർ പറഞ്ഞു വെച്ചതാണ്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് സാറ്റലൈറ്റ് നിരീക്ഷണ കാര്യത്തോട് കൂടിയിട്ട് ഈ ചിത്രങ്ങൾ വലിയ രീതിയിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം ഈ കാര്യമാണ്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മുൻപ് പ്രവർത്തിച്ചിരിക്കുന്ന പല ബിൽഡിങ്ങുകളും ഇപ്പം കാണാനില്ല. അതിൽ ദൃശ്യങ്ങൾ കൃത്യമല്ല, കാലിയായി കിടക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ പറയപ്പെട്ടതിൽ കൂടുതൽ ആക്രമണം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അന്നത്തെ രാത്രി തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ അതായത് ഇറാനിന് നേരെ, ഇറാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെയുള്ള പത്രസമ്മേളനത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, തങ്ങളുടെ ലക്ഷ്യം തങ്ങൾ സാധൂകരിച്ചിരിക്കുന്നു, ഇറാനെ ആണവായുധ മുക്തമായ രാജ്യമായിട്ട് മാറാവുന്ന തരത്തിലുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം ഞങ്ങൾ നടത്തിയിരിക്കുന്നു, ആ മേഖല അപ്പാടെ തകർത്തിരിക്കുന്നു എന്നുള്ളത്. പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ വൈകിട്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും ഇറാന്റെ പ്രസിഡന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും പ്രതികരിച്ചിരിക്കുന്നത്. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പ്രതലത്തിലുള്ള ബിൽഡിങ്ങിനാണ് തകർച്ച ഉണ്ടായത്, ആന്തരികമായ രീതിയിൽ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞു. IAEA അത് സ്ഥിരീകരിച്ച് പറഞ്ഞു. അതോടുകൂടി അമേരിക്ക പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് ബോധ്യമായി. പിന്നീടാണ് 23-ാം തീയതി ശക്തമായിരിക്കുന്ന ആക്രമണം എവിടെ നടത്തുന്നത്? ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ നടത്തുന്ന എല്ലാത്തിനെയും ഞങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് പറഞ്ഞത്. തങ്ങളുടെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് അതിർത്തി എന്ന് പറയുന്ന സമയത്ത് ഖത്തറിന്റെ മാത്രമല്ല, ഇറാനിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഇറാൻ കഴിഞ്ഞ ശേഷം ഇറാഖ് വരും, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജോർദാൻ വരും. ജോർദാനും സൗദി അറേബ്യയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഒരു അതിർത്തി മേഖല അവിടെ വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് എവിടെ എത്തുന്നത്?
ഈ ഇസ്രായേലിലേക്ക് എത്തുന്നു, ഇസ്രായേലിലേക്കാണ് വരുന്നതെങ്കിൽ മറ്റേ രീതിയിൽ നേരെ തന്നെ അത്രയും ദൂരം പറന്നുകൊണ്ട് ഖത്തറിൽ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് അത് വന്നത്. രണ്ടിടത്തുള്ള പ്രതിരോധം എന്ന് പറയുന്നത് മറ്റ് രാജ്യത്തിൻ്റെ അകത്ത് വെച്ച് പ്രതിരോധം നടന്നിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് വന്നതാണ്. ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമിച്ച സമയത്ത് ഇസ്രായേലിൽ എത്താത്ത ഒരുപാട് മിസൈലുകളുണ്ട്, എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് അത് കാണാതാവുകയാണ്. അത് അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിരിക്കുന്ന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് തകർക്കപ്പെട്ടു എന്നതിൻ്റെ മുമ്പ് റിപ്പോർട്ട് വന്നതാണ്. ആ രീതി അവിടെ തുടർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ഖത്തറിലേക്ക് വന്നിരിക്കുന്ന മിസൈലുകൾ അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല, ഇനി ഒരു പക്ഷേ തുടർന്ന ദിവസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് പലതും എത്തിയിട്ടില്ല, എത്തിയതിലാണ് കുറച്ചെണ്ണത്തിനെ പ്രതിരോധിച്ചത്, ബാക്കിയുള്ള ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ്. 15 ദശലക്ഷം ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഈ പാട്രിയറ്റ് വ്യോമ പ്രതിരോധം 100% വിജയിച്ചിട്ടില്ല എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. തങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു മിസൈൽ ആക്രമണം. ആ മിസൈൽ ആക്രമണത്തെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളതിനാൽ അതിനെല്ലാ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം തങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിയിരുന്നു. അത് ഞങ്ങളുടെ അറബ് രാജ്യങ്ങളും സഹകരിച്ചിട്ടുണ്ട്. ഏത് രീതിയിലാണ് സഹകരിച്ചതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തെ ഞങ്ങൾ ഓട്ടോമാറ്റിക് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയായിരുന്നു, സമ്പൂർണ്ണമായിട്ട് തകർന്നു. എന്നാൽ ശക്തിയില്ലാത്ത ഒരു മിസൈൽ ഇതിൻ്റെ ഏരിയയുടെ പുറത്ത് വീണിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഏരിയയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഖത്തറിലുള്ള അൽ-ഉദൈദ എന്ന് പറയുന്ന എയർബേസിന്റെ പുറത്ത് വീണു. അതുകൊണ്ട് വലിയ പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടക്കി വെച്ചതാണ്. ഇപ്പോൾ പുനരിൽ വരുന്ന സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അത്രയും കള്ളത്തരമാണ്. ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കുന്നു. മുൻപ് ഇസ്രായേലും ഇതേ സംഭവം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 500-ലധികം മരണമെങ്കിലും ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്ഥിരീകരിച്ച റിപ്പോർട്ടൊന്നുമല്ല ഇസ്രായേൽ സ്ഥിരീകരിച്ചില്ല. ഇസ്രായേൽ ആകെ 13 26 ആകെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ അത്രയും ദിവസത്തെ അക്രമമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ അത്രയൊന്നുമല്ല, ബിൽഡിംഗ് അപ്പാടെ 40-ലധികം ബിൽഡിങ്ങുകൾ അപ്പാടെ തന്നെ തകർന്ന് മൂക്ക് കുത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന ബിൽഡിങ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഴുവനും അവരുടെ ബങ്കറിൽ ഒളിച്ചത് കൊണ്ട് ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 40,000 കുടുംബത്തിന് അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നഷ്ടപ്പെട്ട വീടിൻ്റെ അകത്തൊക്കെ പല ആളുകളും കുടുങ്ങിക്കിടക്കുകയും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ട് പുറത്തു വരുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് മുമ്പ്, അതായത് ഈ ആക്രമണം ഇസ്രായേലിന് നേരെ നടക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സാറ്റലൈറ്റ് പുറത്ത് വിട്ടിരിക്കുന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പല ബിൽഡിങ്ങുകളെയും ഇപ്പോൾ കാണുന്നില്ല. അതിങ്ങനെ അസ്തമിച്ചിരിക്കാതെ കാലിയായി കിടക്കുന്ന രീതിയിലോ ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്ന രീതിയിലോ കാണാൻ വേണ്ടി പറ്റുന്നു. പരമാവധി ബിൽഡിങ്ങുകളൊക്കെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയായിരിക്കുന്ന തെല്ലവീവിനോട് ചേർന്നുള്ള ബിൽഡിങ്ങുകളെല്ലാം ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുന്ന രീതിയാണ്. ഹൈവേ പോലും ബ്ലോക്ക് ആകുന്ന തരത്തിൽ, അതിൻ്റെ ഹൈവേ പോലും കാണാത്ത രീതിയിൽ, അതായത് റോഡുകൾ പോലും കാണാത്ത രീതിയിൽ ബിൽഡിങ്ങിൻ്റെ കഷ്ണങ്ങളെ ചെതറിക്കിടക്കുമ്പോൾ ഗസയിലുള്ള ചില ബിൽഡിങ്ങിന് സാമ്യമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല ബിൽഡിങ്ങുകളും പ്രദേശങ്ങളും ഉള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊരു ഇന്റർനാഷണൽ മീഡിയ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാന സ്ഥിതി ഖത്തറിലേക്ക് വരുന്ന സമയത്ത് അവിടെയും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻപ് കാണപ്പെട്ട ബിൽഡിംഗ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഡിയോഡൈട്രിക് ഡോമിന എന്ന് പറയുന്ന ആശയവിനിമയ യന്ത്ര സംവിധാനത്തിൻ്റെ ഒരു വലിയ ഗോപുരം, ഒരു വലിയ ബിൽഡിങ് അപ്പാടെ അപ്രത്യക്ഷമായിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അവിടെ കരിഞ്ഞോയിൽ ഒഴിച്ച പോലെ ഉള്ള കറുത്തിരിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അപ്പാടെ ആ ബിൽഡിംഗ് നീങ്ങിപ്പോയിരിക്കുന്നു, തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയാൻ ഇതുവരെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമായിരിക്കുന്ന പരിക്കേറ്റ മരണ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ മരണവും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ചാറ്റ് GPT ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശദീകരണ കുറിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അൽ-ഉദൈദ എയർബേസ് ഇറാന്റെ ആക്രമണത്താൽ വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായി. 20-ലധികം മിസൈലുകൾ വിക്ഷേപിക്കപ്പെട്ടു. എന്നാൽ ചില മിസൈലുകളെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും തകർച്ച ഉണ്ടാക്കുകയും നാശം വിതയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളും
സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നാശനഷ്ടത്തെക്കുറിച്ച് ഉള്ള റിപ്പോർട്ട് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്.